വടക്കൻ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബേക്കൽ ബീച്ചിലേക്കാണ്. അവിടെ കാർണിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 2-2.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവിടെ എത്തി. ഭയങ്കര ബ്ലോക്കായിരുന്നു, അതുകൊണ്ടാണ് അത്രയും സമയം എടുത്തത്. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കേണ്ട സ്ഥലത്ത് 2.5 മണിക്കൂർ വരെ എടുത്തു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്രമാത്രം ബ്ലോക്കാണെന്ന്. അവിടെ നിരവധി ഷോപ്പുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഓരോന്ന് കണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും നടന്നാൽ തീരാത്തത്രയാണ് ഇവിടെ ഷോപ്പുകൾ സെറ്റ് ചെയ്യുന്നത്. അതായത് ഏക്കർ കണക്കിനാണ് ഒരു സ്ഥലം. അപ്പോൾ ഞങ്ങൾ അവസാനം ഒരു ഷോപ്പിലേക്ക് എത്തി. ഷോപ്പിൽ ഒരു പ്രത്യേക ഒരു ബോർഡുണ്ട്. അത് എന്നെ കൂടുതൽ ആകർഷിച്ചു. എന്താ പറഞ്ഞാൽ കാസർഗോഡിൽ നമുക്ക് മാറ്റം വരണം എന്താണെന്നതിൽ നമുക്ക് അവിടെ എഴുതി വെക്കാം. അപ്പോൾ ഒരു ചങ്ക എഴുതിയിട്ടുണ്ട്, കോയിത്തരം മാറണം കാസർഗോഡിൻ്റെ. അങ്ങനെയൊക്കെ കണ്ട് ഒരുപാട് കുട്ടികളുടെ റൈഡൊക്കെ ഉണ്ട്, കാറിൽ റൈഡ്. അങ്ങനെ വീണ്ടും നമ്മളിപ്പോൾ ഒരു തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പെറ്റ്സിൻ്റെ ഒരു ഷോപ്പുണ്ട്, ഒരു പ്രദർശനം. അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ആ സ്ഥലം ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു. ശേഷവും ഞങ്ങൾ ഒരുപാട് നടന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പെട്ടെന്നൊരു സ്റ്റാൾ കണ്ടു. അപ്പോൾ ആ സ്റ്റാളിൽ കയറിയതോ ഇതാണ് സ്റ്റാൾ. അതായത് കാരിക്കേച്ചർ. ഇത് 2 പേരെ മുമ്പിലിരുത്തിയിട്ട് അവർ കാരിക്കേച്ചർ വരച്ചു കൊടുക്കുന്നതാണ്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്, ഒരുപാട് ലേറ്റായതുകൊണ്ട് നമ്മളതിനൊന്നും നിന്നില്ല. ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. അതായത് ഫുഡിൻ്റെ വ്യത്യസ്ത തരത്തിലുള്ള ഫുഡൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ ലേറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ തൊട്ടിലാട്ടം എന്ന് പറയും, അതുപോലത്തെ സാധനം ഉണ്ട്. വലിയ കറങ്ങുന്നൊരു വീലുണ്ടല്ലോ, ഇത് തൊട്ടിലാട്ടം. പിന്നെ ഒരു സൈക്കിൾ റൈഡ്, ഇങ്ങനെ ആകാശത്ത് കൂടി ഒരു റോപ്പിൽ സൈക്കിൾ ചെയ്യുന്നു. ഇതൊരു മത്സരമാണ് ഗൈസ്. അതായത് ഈ ഒരു കമ്പിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കണം. എത്ര സമയം തൂങ്ങിക്കിടക്കുന്നു കൗണ്ട് ചെയ്തിട്ട് അതിന് എന്തോ സമ്മാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം അവസാനം ഞങ്ങളെ തേടി നടന്ന സ്ഥലത്തേക്ക് എത്തി. അതായത് പെറ്റ്സിൻ്റെയും മറ്റൊരു ഷോപ്പ്. ഇവിടെ പാമ്പാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ചെറിയൊരു പയ്യന് പാമ്പിനെയൊക്കെ കയ്യിൽ പിടിച്ചിട്ട് നിന്നിട്ടുണ്ട്. അതായത് എൻ്റെ ഫ്രണ്ട്സ് ഒരു പാമ്പിനെ കയ്യിലെടുത്തിട്ട് മറ്റേ വാവാ സുരേഷിനെ പോലെ ഷോക്കൊക്കെ നിൽക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, എന്ത് പാമ്പെന്നറിയില്ല, ഒരു ചുവന്ന പാമ്പാണ്. അങ്ങനെ കോക്ടെയിലുണ്ട്, പിന്നെ മെക്കാവോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണാൻ തന്നെ വേറൊരു വൈബാണ്. പണ്ട് നമ്മളെ വീട്ടിനടുത്തെല്ലാം പിന്നെ സ്കൂട്ടറിലെല്ലാം കൊണ്ടുവന്നുകൊണ്ട് ആൾക്കാണ് ഈ കോഴിക്കുഞ്ഞ്, കളർ കോഴിക്കുഞ്ഞ്. അതൊക്കെ കാണാതെ കുറേ ആയി. ഇപ്പോൾ ഇവിടെ നിന്നാണ് കണ്ടത്. അരയനുണ്ട്, പിന്നെ ആമ, 2-3 ആമയുണ്ട്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേസ്. ആമ എടുത്തിട്ട് വെള്ളത്തിലിടുന്നു. ഇതൊക്കെ ഒരു വിനോദം. അങ്ങനൊരു വാട്ടർഫാൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. ആ വാട്ടർഫാളിന് കുറച്ച് താഴെയായിട്ട് പോണ്ടിൽ നിറയെ കോഴിക്കാർപ്പ് പോലുള്ള മീനുകളാണ്. അതായത് ഇതാണ് ഞാൻ പറഞ്ഞ മക്കാവോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. വേറൊരു പാമ്പിനെ എടുത്തു വന്നു, ഷോക്കെ കാണിക്കുന്നുണ്ട്. അതാണ് ശിവപ്രസാദ്. അതിനുശേഷമാണ് നമ്മളൊരു എലിക്കുഞ്ഞ്, അതുപോലെ തന്നെ വേറൊരു പാമ്പ്. ഇതെൻ്റെ ഫ്രണ്ട്സാണ് മിത്തുൻ. പാമ്പിനെയൊക്കെ അവന് പൂമാല പോലെ അടുത്ത് നിന്നിട്ടുണ്ട്. അങ്ങനെ മിത്തു പാമ്പിനെ പിടിച്ച് കാണുമ്പോൾ അരുൺ പറഞ്ഞു, താ മിത്തു കേട്ടാ ഞാനൊന്ന് പാമ്പിനെ പിടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഏകദേശം ഒരു 1 മണിയാകുമ്പോഴേക്കും അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ, 10-60 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ളതാണ് നമ്മുടെ വീട്ടിലേക്ക്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.